ഹായ് ഫ്രണ്ട്സ്, XODBCൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ അടുത്ത യാത്രയ്ക്കുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ എടുക്കുന്ന വിഷ്വൽസ് അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽസ് GoPro 12 എടുക്കുന്നത്. ഇത്രയും നാൾ ഞാൻ ക്യാമറ നമ്മുടെ ഫോണിലോ മൊബൈൽ ഫോൺ വഴിയാണ് ഇത്രയും നാൾ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ GoPro വാങ്ങി. അപ്പോൾ ഇന്നലെയാണ് വന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്നലെ തന്നെയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ ഗൈസ്. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് കാത്തിരുന്നാണ് നമ്മുടെ ക്യാമറ എത്തിയിട്ടുണ്ട്, GoPro 12. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കിയൊക്കെ നോക്കാം. അതിൻ്റെ കൂടെ നമുക്ക് മൗണ്ടും ബക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, തം സ്ക്രൂവും ബാറ്ററിയും ഡാറ്റ കേബിളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കെടുത്ത് നോക്കാം. ഗൈസ്, നമ്മുടെ ക്യാമറ വന്നിട്ടുണ്ട് GoPro 12. അപ്പോൾ എല്ലാം ഓണാക്കി സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ട്രൈപോഡിലേക്ക് മോണോപോഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം. പിന്നെ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. എന്നിട്ട് ഹെൽമെറ്റിൻ്റെ മോഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. ഗൈസ് കണ്ടില്ലേ, നമുക്ക് ക്യാമറ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ട്രൈപോഡിലേക്ക് സെറ്റ് ചെയ്തേക്കണേ. ഇനി ഇത് അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റ് ചെയ്തും കാണിച്ചു തരാം ഞാനിപ്പോൾ. കണ്ടില്ല എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കയ്യിൽ ഫോൺ ഇരിക്കണോണ്ട് ഇച്ചിരി പാടാണ്. കാണിച്ചു തരാം ഞാൻ. കണ്ടില്ല, ഇത്ര ഹൈറ്റ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഗ്രിപ്പ് ചെറുതാണ്, നമുക്കൊരു പോക്കറ്റിനകത്ത് തന്നെ മടക്കി വെക്കാനുള്ള അത്രേ ഉള്ളൂ. പിന്നെ ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം. കാണിച്ചു തരാം, വെയിറ്റ്. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് വെച്ച് യൂസ് ചെയ്യാനും പറ്റും. ഇതാണ് അതിൻ്റെ ഫുൾ സെറ്റിങ്സ്. ഇത്ര ഹൈറ്റേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ. ഗൈസ്, ഇപ്പോൾ പുറത്ത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മെഷീൻ്റെ ഒക്കെ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് GoProയിൽ എൻ്റെ വോയിസും അവിടുത്തെ വോയിസും കേൾക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഗൈസ്, അച്ഛതാ രാവിലെ എഴുന്നേറ്റ് വന്നു കണ്ടോ. എന്താണ്? ഒന്നുമില്ല. ഇത് ക്യാമറ കണ്ടില്ലേ, രാവിലെ ഇവിടെ കിടന്ന് ഓട്ടവും കളിയൊക്കെയാണ്. കിടന്നോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇന്നാണ് യാത്ര പോകാൻ വേണ്ടി പോണത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് കുറച്ച് അധികം പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം ഇന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. വണ്ടിയുടെ കാര്യങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അച്ഛത ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സമയം കാണാൻ ഒന്നുമില്ല. രാവിലെ കുറച്ച് പണിയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. വണ്ടിയുടെ ബ്രേക്കൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല വോയിസ് എത്രത്തോളം റെക്കോർഡർ ആവുന്നുണ്ടെന്ന് നോക്കണം. ചിലപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇടുക്കി ഫുൾ ഒരു റോഡ് ട്രിപ്പാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അതായത് ഈ വർഷം ആദ്യം തന്നെ ഊട്ടിയിലേക്കുള്ള യാത്ര ഞാൻ എന്തായാലും പോയിട്ടുണ്ടായിരുന്നു. ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ട്രിപ്പ്. അതുപോലെ ഇടുക്കി ഫുള്ള് നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചയ്ക്ക് മേലെ എടുക്കുന്ന ഒരു റോഡ് ട്രിപ്പാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. ക്യാമറ, ട്രൈപോഡ്, മോണോപോഡ് കാര്യങ്ങളെല്ലാം. സോ കണ്ടില്ലേ, ഇപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാണുന്നത് നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട്. സൗണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് 26-ാം തീയതിയാണ്. നാളെ അതായത് ഡിസംബർ 27-ാം തീയതിയാണ് ഞാൻ എന്തായാലും എൻ്റെ യാത്ര തുടങ്ങാനുള്ള പ്ലാന്. വേറൊന്നുമല്ല, ബൈക്കിലാണ് യാത്ര ചെയ്യണത്. നേരെ ഇവിടുന്ന് നേരെ കുട്ടിക്കാനം, വാഗമണ് വഴി ഇടുക്കി, അങ്ങനെയാണ്. അപ്പോൾ പോകുന്ന സ്ഥലത്തുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വിശേഷങ്ങളും യാത്രാ വിശേഷങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബൈക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ, ബൈക്കൊക്കെ ഒന്ന് ബ്രേക്കൊക്കെ ടൈറ്റ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കി ഒന്ന് ചെക്ക് ചെയ്ത് വന്നു. അപ്പോൾ അതിനുശേഷം ഇനി സ്റ്റിക്കറൊക്കെ ബൈക്കിൽ ഒട്ടിക്കാനുണ്ട്. GoProയുടെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ XODBC എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ചാനലിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനുണ്ട്. പിന്നെ അതുപോലെ അടുത്തിന് എയറൊക്കെ അടിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കഴുകണം, അത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എത്രയും വേണം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ട് ട്രാവൽ വീഡിയോസ് തന്നെയായിരിക്കും. ഇനി അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാവില്ല. 2-3 ദിവസം കൂടുമ്പോൾ റേഞ്ച് കിട്ടുന്നതനുസരിച്ച്, ഇൻ്റർനെറ്റ് കിട്ടുന്നതനുസരിച്ച് അപ്ലോഡ് ചെയ്ത് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഉള്ള പോലെ തന്നെ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ റിസൾട്ട് എന്തായി എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്, ഞാൻ എന്തായാലും നല്ലപോലെ ഒന്ന് മുട്ട അടിച്ചിട്ടുണ്ട്. മുട്ട അടിച്ചിട്ട് സ്പ്രേയും അതുപോലെ റോസ്മേരിയുടെ ഓയിൽ ഇപ്പോൾ തേക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മുട്ട അടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഗ്രോത്തിനുണ്ട്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. മുട്ട അടിച്ചത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ തീരെ മുടിയില്ലാത്ത ഒരു ഇതിലിരിക്കുന്നത്. 2 ആഴ്ച ആയിട്ടുള്ളൂ, ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഗ്രോത്ത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഉണ്ട്. എന്നാലും യാത്രയൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് സ്പ്രേ അടിക്കാനോ ഓയിൽ തേക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതുവരേക്കും ഞാൻ എന്തായാലും ഇതുവരെ നല്ലപോലെ ഒന്ന് ട്രിം ചെയ്യുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. സോ കണ്ടില്ലേ, ഡോണർ ഒക്കെ പക്കയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നു, ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് യാത്ര പുറപ്പെടുമ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. അതിലേക്ക് ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.